ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നല്ലൊരു തോരൻ വെക്കാൻ പോകുക കേട്ടോ. എന്താണെന്നല്ലേ, ഇതാ ബീറ്റ്റൂട്ട്, 2 ബീറ്റ്റൂട്ട് എടുത്തിന്, ഒരു 3 പച്ചമുളക് എടുത്തിന്. ഇത്രയും മതി. നമുക്ക് തേങ്ങയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഈ തീയൊന്ന് കത്തിക്കട്ടെ. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി കൂടി ഒഴിച്ച് കൊടുക്കാം, കാരണം നമ്മൾ തേങ്ങ ഇടില്ല അതിൽ. അപ്പോൾ ഒച്ചയൊക്കെ അടിച്ചു പോകണ്ടിട്ടോ, നിങ്ങളോട് വർത്താനം പറഞ്ഞ്. അപ്പോൾ അതാ തേങ്ങയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിൽ തേങ്ങ ഇടാതെ എങ്ങനെ നന്നാവുക എന്ന്. എന്നാൽ നന്നാവും, നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ വെക്കലുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടണം, പിന്നെ കടുക് പൊട്ടിക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് കണ്ടിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ എല്ലാം ചൂടായി. പിന്നെ എന്തൊക്കെ നിങ്ങളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നു കേട്ടോ. ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. നമുക്ക് കറിവേപ്പില കഴുകി വെച്ചതായതുകൊണ്ട് ഒന്ന് വെള്ളം കഴിച്ചാട്ടോ, അങ്ങനെ സൗണ്ട് വേണ്ട. ഞാൻ ഈ രീതിയിലത് മുറിച്ചെടുക്കുന്നത് വേണ്ട. ഞാൻ അരിഞ്ഞെടുത്താൽ നമുക്ക് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതിലിട്ട് പിന്നെ കൂടെ തന്നെ പച്ചമുളകും. ഞാൻ 2 ബീറ്റ്റൂട്ടാട്ടോ എടുത്ത്, ഓരോരുത്തർക്ക് അനുസരിച്ച് എടുക്കാം, ആൾക്കനുസരിച്ച്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 2 ആണ് പേര്. നല്ല ടേസ്റ്റാണ്. ഒരു തേങ്ങ അരച്ച കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് മാത്രം ആയാലും മതി, നമുക്കൊരു ചമ്മന്തി എരിവ് ഉണ്ടായാലും നമുക്ക് ചോറുണ്ടാൻ പറ്റും. ഒരു അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പച്ചമുളക് നല്ല എരിവുള്ള, അതുകൊണ്ട് കുറച്ച് എരിവ് വേണം കേട്ടോ. അത് തീരെ എരിവില്ലാത്ത മുളക് ഇടരുത്. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കട്ടെ. അപ്പോൾ അതാ മൂടിയൊന്ന് തുറന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തീ ലേശം കൂട്ടി വെക്കണം കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് കൂട്ടിയില്ലേ, അപ്പോൾ പിന്നെ അത് മാറണം. എന്തൊരു മറവി അറിയാം. അപ്പോൾ അത് വെന്തു കേട്ടോ. എത്ര പെട്ടെന്നാണ് വന്നത് നോക്കി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളായതുകൊണ്ട് നല്ല എരിവും ഉപ്പും വെളിച്ചെണ്ണൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. നമുക്കിപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതുപോലെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിരുന്നാൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വെച്ച് അത് നിങ്ങളെ ഒന്ന് കാണിച്ച്. അപ്പോൾ ഞാനത് ചെത്തിയെടുത്തൊന്നും കാട്ടിയിട്ടില്ല, അതൊന്ന് ചിരകി എടുത്തിട്ട് കഴുകിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ എന്താണ് കുട്ടികൾക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റും കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ലേശം എരിവ് കുറച്ചാൽ മതി. അപ്പോൾ തീയൊന്ന് ഓഫാക്കട്ടെ. ഇത് വെന്തു. നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക.
അടിപൊളി ടേസ്റ്റാണ്. വീണ്ടും പറയാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കരുത്. എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.